പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ആശങ്ക. ഈ മാസം ഇതുവരെ 543 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത മണ്ണാർക്കാട് താലൂക്കിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഇക്ബാൽ, 543 പേർക്ക് ഇതുവരെ രോഗബാധ എന്ന് പറയുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്കാണ്. എന്താണ് പ്രതിരോധ മാർഗം? മാധു, പാലക്കാട് ജില്ലയിൽ ആശങ്കപ്പെടുത്തുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഈ മാസം മാത്രം പാലക്കാട് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ നേടിയവരുടെ എണ്ണം പറയുന്നത് 11,441. ഇതിൽ തന്നെ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം എടുത്ത് പരിശോധിക്കുമ്പോൾ 543 കേസുകൾ ഇതുവരെ ഉണ്ട് ഈ മാസം മാത്രം എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. ഇത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ്. അവിടെ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായിട്ടുള്ള മേരി ജ്യോതി വിൽസൺ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. മെയ് മാസത്തിൽ പാലക്കാട് ജില്ലയിൽ 546 പേർക്കാണ് ഈ ഡെങ്കിപ്പനി ബാധിച്ചിട്ടുള്ളത് എന്ന രീതിയിലുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. കൃത്യമായിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകളെല്ലാം പാലിച്ചാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. മെയ് മാസത്തിൽ പനി ബാധിച്ചവരുടെ എണ്ണവും കൂടുതലായിരുന്നു. അന്ന് 15,000-ഓളം ആളുകൾക്ക് പനി ബാധിച്ചിരുന്നു. പക്ഷേ ഈ മാസം ഇതുവരെയുള്ള കണക്കുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ 11,441 പേർക്കാണ് പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണമാണ് ആശങ്കപ്പെടുത്തുന്നത്. ഈ ജൂൺ മാസത്തിൽ ഇന്നിപ്പോൾ 16-ാം തീയതി ആകുമ്പോഴേക്കും 543 പേർ ചികിത്സ തേടിയിട്ടുണ്ട്. മെയ് മാസത്തിൽ ആകെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 546 ആയിരുന്നു. അതിനോടകം തന്നെ അതുവരെ ഉള്ള കണക്കുകൾ തന്നെ ഉള്ള കണക്ക് ഇപ്പോൾ 543 എന്നൊരു കണക്കിലേക്ക് ഇപ്പോൾ ഈ ജൂൺ 16 ആകുമ്പോഴത്തേക്കും ആ കണക്കിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രീതിയിൽ ആശങ്കയുണ്ട്. പക്ഷേ വലിയ രീതിയിൽ ഭയപ്പെടേണ്ട സ്ഥിതി ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലയിൽ ഇല്ല എന്നുള്ളതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.